പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്തടി നാട്ടിൽ പോകുന്ന കാര്യം നടക്കത്തില്ല. 2 ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ നോക്കാം, ഇല്ല ഒരാഴ്ച നടക്കത്തില്ല. 2 ദിവസത്തേക്കൊന്നും പറ്റത്തില്ല, ഒരാഴ്ച പോണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. ഞാൻ നിന്നെ നേരെ കൊണ്ട് നാട്ടിൽ വിടുന്നു. നീ അവിടെ ഒരാഴ്ച നിൽക്കുന്നു, ഞാൻ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. എന്തു ഇത്? ഇച്ചായന് മാത്രമല്ലേ ഉള്ളു ലീവ് കിട്ടാത്തത്? നാട്ടിലുള്ള എല്ലാ സർക്കാർ ജീവനക്കാർക്കും ലീവ് കിട്ടും, അവരവരുടെ സൗകര്യത്തിന് പോവുകയും ചെയ്യും. ഇച്ചായന്റെ കൂട്ടുകാരനെ തന്നെ എടുത്ത ഓമനക്കുട്ട സാറ് അങ്ങനെ 1.5 വർഷമായിട്ട് ലീവാണ്. നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ? ശമ്പളമില്ലാതെ ലീവ് എടുത്ത് നിൽക്കുക, അങ്ങനെ നമ്മൾ ചെയ്താലുണ്ടല്ലോ എവിടെ നിന്ന് അരി വാങ്ങിക്കും, എങ്ങനെ വാടക കൊടുക്കും? എനിക്ക് പ്രൊമോഷൻ വന്ന് നിൽപ്പുണ്ട്. ഈ ലീവ് എടുത്താലുണ്ടല്ലോ ആ പ്രൊമോഷനെ അത് ബാധിക്കും. ഹലോ, ആണോ? ആ ആ പേടിക്കണ്ട, ഒരൊറ്റ ഇഞ്ചക്ഷൻ്റെ കാര്യമുള്ളൂ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴി അവിടെ കയറി ഇഞ്ചക്ഷൻ തന്നിട്ട് പോവാം. മരുന്നില്ല. മരുന്ന് എങ്ങനെ എടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ശരി എന്നാ. മറ്റുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ അല്ല ഡോക്ടേഴ്സ്. എടി, ആർക്കെങ്കിലും ഒരാൾക്ക് രോഗം വന്നിട്ടേ ഡോക്ടറുടെ അവധി കഴിഞ്ഞ് വന്ന് ചികിത്സിപ്പിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും അവസ്ഥ? മനുഷ്യരെ ചികിത്സിക്കുന്ന ഡോക്ടറൊന്നുമല്ലല്ലോ, മൃഗങ്ങളെ നോക്കുന്ന ആളല്ലേ. എന്ത് അവജ്ഞയോടുകൂടിയടി നീ പറയണത്? മനുഷ്യനെ പോലെ തന്നെയാണ് മൃഗങ്ങളും. സഹദേവൻ ചേട്ടനാണ് വിളിച്ചത്, നിങ്ങളുടെ പശുവിന് വയ്യാന്ന്. ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിലേ അത് ചത്തുപോയാലേ അവർക്ക് ജീവിക്കാൻ വേറെ വകയില്ലാതാവും. ഹലോ ആലീസേ, ഞാനാ. ആ പറ സുലോചനെ. ജോർജ് കുട്ടി ഉണ്ടോ അവിടെ? ഉണ്ടല്ലോ. ഒന്ന് കൊടുക്കാമോ? സുലോചനെ. പിന്നെ സുലോചന സന്തോഷത്തോടെ പറയട്ടെ. ഹലോ, ആ നോക്കാം. എന്താ? നീ നാവെടുത്ത് വളച്ചില്ല. എന്താന്ന്? ഓമനക്കുട്ടനെ ഒരാഴ്ചക്കകം സർവീസിലേക്ക് തിരിച്ചു കയറിയില്ല എങ്കിൽ അവനെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് നോട്ടീസ് വന്നെന്ന്. അയ്യോ, എന്ത് ചെയ്യും അപ്പം? എന്ത് ചെയ്യുന്നു വെച്ചാൽ എനിക്കറിയില്ല. സുലോചനെ ടെൻഷൻ അടിച്ച് വിളിച്ചതാ, ഞാൻ സംസാരിക്കണമെന്ന്. അപ്പൊ ഓമനക്കുട്ടൻ സാറിന്റെ ജോലി പോവോ? ജോലി പോകാൻ സാധ്യതയുണ്ട്. ഒരാഴ്ചക്കകം കയറണമെന്ന് പറഞ്ഞാൽ കയറണം. ഇടീ, സർക്കാരിൻ്റെ ലീവെന്ന് പറയുന്നതേ നമ്മുടെ അധികാരമൊന്നുമല്ല, അവർ തരുന്ന സൗകര്യമാണ്. അപ്പോൾ സർക്കാർ ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. സുലോചന പറയാൻ ഞാൻ വിളിച്ച് സംസാരിക്കണമെന്ന്. അല്ല, ബെസ്റ്റ് ആയിരിക്കും. ഓമനക്കുട്ടനല്ലേ ആള്, പറഞ്ഞാൽ അതുപോലെ കേൾക്കും. ഡോക്ടറെ, പവിത്രനോട് ആ പശുവിന് കൊടുക്കാനുള്ള മരുന്ന് ആശുപത്രിയിൽ നിന്ന് എടുക്കാൻ പറയാം. മാത്രമേ ഉള്ളൂ ചിന്ത. നമസ്കാരം സാറേ. ഞാൻ പവിത്രനെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തോ എനിക്കൊരു സഹായം വേണം. സഹായം ചെയ്യാനാണല്ലോ പവിത്രനോട് ഉള്ളത്. സഹദേവൻ ചേട്ടൻ്റെ പശുവിന് ദീനമാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു. ഞാൻ പേടിക്കണ്ട, ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മാറുമെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ മരുന്നില്ല. മരുന്ന് ഹോസ്പിറ്റലില്ല. പവിത്ര ഒന്ന് എടുത്തു തരാം, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഒരു കുഴപ്പമില്ല, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ മരുന്ന് പട്ടുവിടുന്നതായിരിക്കും. പവിത്ര, ഒരു കാര്യം പറഞ്ഞ ഓമനക്കുട്ടൻ സാറിന്റെ ജോലി മിക്കവാറും പോവും. എന്തൊരു സന്തോഷം. എന്തുവാടി ഇത്? അതിന് അങ്ങനെ ഇതുവരെ ജോലിക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് അതുപോലെ അല്ല പവിത്ര. പുള്ളി സർക്കാരിൻ്റെ അടുത്ത് പറയാതെ ലോങ് ലീവ് എടുത്ത് നിൽക്കുമല്ലേ. ഇപ്പോൾ അവർ മെമ്മോ അയച്ചിരിക്കുക സർക്കാർ. 7 ദിവസത്തിനകം ജോലിയിൽ തിരിച്ചു കയറിയില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചോന്നെ. പുള്ളിയുടെ കാര്യം മുഴുവൻ കുടുങ്ങുമല്ലോ. അപ്പം പുള്ളിയുടെ ഈ ബിസിനസ് സ്വപ്നങ്ങളെല്ലാം തകരുവാണല്ലോ. അപ്പം പുള്ളിക്ക് ജോലി പോയാലും കുഴപ്പമില്ല, ബിസിനസ് ചെയ്ത് ജീവിക്കാന്ന് പറഞ്ഞേ അവൻ നിൽക്കും. അവൻ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചോന്നെ. ഇപ്പോഴത്തെ കാലത്ത് ഓരോരുത്തർ സർക്കാർ ജോലിക്ക് വേണ്ടി നെട്ടോട്ട് ഓടാൻ നേരത്ത് സർക്കാർ ജോലി ഉണ്ടായിട്ടും പോകാതിരിക്കുന്നു. ഈ പുള്ളിനെ കണ്ട് നല്ല അടി കൊടുക്കണം. ഒരു തരത്തിൽ പറഞ്ഞ ഓമനക്കുട്ടൻ സാറ് പറയുന്നത് തന്നെയാ ശരി. ഈ സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ എന്തുവാ, എണ്ണിച്ചുട്ടപ്പം പോലെ കുറച്ച് പൈസ കിട്ടും. ലാവിഷായിട്ട് ജീവിക്കണമെങ്കിൽ ബിസിനസ് തന്നെ നല്ലത്. എന്തൊക്കെ എന്ന് നോക്കിയാണേ, എണ്ണിച്ചുട്ട അപ്പം പോലാണെങ്കിലും അത് കിട്ടുന്നോണ്ടല്ലേ 3 നേരം ഞം വെക്കുന്നത്. പിന്നല്ലാതെ പിന്നെ കോടീശ്വരനാകുന്നത് സ്വപ്നം കണ്ട് പട്ടണി കിടന്ന് ചാകുന്നതിനേക്കാൾ നല്ലത് അത് തന്നെയല്ലേ സാറേ? പവിത്രന് മനസ്സിലായി, ഇവിടെയുള്ള എനിക്ക് മനസ്സിലായില്ല. ഓമനക്കുട്ടൻ എനിക്ക് ഒട്ടും മനസ്സിലാവൂല. അതാ നിന്നെ തന്നെ പറഞ്ഞു.
എന്താണ് ഈ സമയത്ത് ചായ അടി കഴിക്കാനെന്തെങ്കിലും ഇട്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് ഭയങ്കര വിശപ്പ്. വേണമെങ്കിൽ എടുത്ത് കഴിച്ചാൽ മതി, ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ എടുത്ത് കഴിക്കാനാ? എനക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം പോലെ. പിന്നെ അല്ലാതെ കുട്ടേട്ടാ, നമ്മൾ കാണുന്ന കാലത്തും നമ്മൾ പ്രേമിക്കുന്ന കാലത്തും കുട്ടേൻ്റെ ഒരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു അത് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ എന്ത് കുഴപ്പം? ഇപ്പോഴും ആ ജോലി അവിടെ കിടപ്പുണ്ടല്ലോ. ഇനി എത്ര കാലം കൂടി കാണും ആ ജോലി? അടുത്ത ആഴ്ച വരെ ലീവ് ക്യാൻസൽ ചെയ്ത് ജോലിക്ക് കയറിയില്ലെങ്കിലേ അവർ ജോലി ഇത് പിരിച്ചു വിടും, ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ കാര്യം നിനക്കൊരു കാര്യം അറിയാവോ? ഞാൻ ഈ ലീവ് എടുക്കുന്ന സമയത്തുണ്ടല്ലോ, അന്ന് സത്യം പറയാൻ ലീവ് അല്ലായിരുന്നു എൻ്റെ മനസ്സിൽ. ഈ ജോലി രാജിവെക്കാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ എൻ്റെ കുറെ കൂട്ടുകാർ പറഞ്ഞിട്ടാ, നീ ഇപ്പം കയറി ചാടി കയറി ജോലി രാജിവെക്കണ്ട, എങ്ങാനും എന്തെങ്കിലും നിനക്ക് ജോലിയിൽ തിരിച്ചു കയറാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഈ ലീവ് കഴിഞ്ഞിട്ട് കയറാമല്ലോ എന്ന്. പക്ഷെ അതാണ് നോക്ക്, 1 വർഷം കഴിഞ്ഞ് 1.5 വർഷമായി, ഇതുവരെ എനിക്ക് ആ ജോലിക്ക് ചെന്ന് കയറണമെന്ന് ഒരാഗ്രഹം തോന്നിയിട്ടില്ല. എങ്ങനെ തോന്നും? 3 നേരം നല്ല ഒന്നാന്തരം ഭക്ഷണം, പിന്നെ നല്ല കിടക്കാൻ സൗകര്യമുള്ള വീട്, പിന്നെ ഇഷ്ടംപോലെ തുണികൾ, കാശിന് ആവശ്യം വരുമ്പോൾ എൻ്റെ നിന്ന് എടുത്തോണ്ട് പോകും. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ സർക്കാർ ജോലിയിലൊന്നും കയറാൻ തോന്നൂല. കണ്ട കുത്തി ഓരോന്ന് പറയണത്. ചില നേരത്തുണ്ടല്ലോ, നിനക്ക് നിന്റെ അച്ഛൻ്റെ അതേ കുടിത്തിരിപ്പ് സ്വഭാവം തന്നെയാണ് കേട്ടാ. സുലേന ഇക്കാലത്ത് സർക്കാർ ജോലി ഉണ്ടെന്നും ഒരു നേട്ടം ഉണ്ടാവാൻ പോണില്ല. ഇടി, നമുക്ക് ഈ ജീവിതത്തിൽ ഇങ്ങനെ പോയാൽ മതിയാ? ഒരു കാറൊക്കെ വാങ്ങണ്ടേ, ഒരു വിദേശ ടൂറൊക്കെ പോകണ്ടേ? ഈ സർക്കാർ ജോലി സർക്കാർ എടുത്ത് തരുന്ന തുച്ഛമായ പൈസയും കൊണ്ട് അതുപോലെ നടക്കുവോ? കുട്ടിയായിട്ട് ഒരു കാര്യം ചെയ്, തൽക്കാലം ലീവ് ക്യാൻസൽ ചെയ്തിട്ട് ജോലിക്ക് കയറാൻ നോക്ക്. കാറ് വാങ്ങാനും വിദേശത്ത് പോകാനുള്ള കാശെല്ലാം ഞാൻ അച്ഛനത് വാങ്ങിത്തരാം. അയ്യേ, അമ്മാവന്റെ കാശ് കൊണ്ട് ടൂർ പോവാനാ? അതിൽ പറയാൻ നാണക്കേട് പറയണ്ടടി. അമ്മാവന്റെ കാശ് കൊണ്ട് 3 നേരം വെട്ടി വിഴുങ്ങുന്നതിന് നാണക്കേടൊന്നുമില്ല അല്ലേ? ഓ അത് ശരി, നീ വന്ന് ആഹാരത്തിന്റെ കണക്ക് പറഞ്ഞു തുടങ്ങിയല്ലേ? എന്നാ ഇന്ന് മുതലേ എനിക്ക് വീടുന്ന ആഹാരം വേണ്ട. ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ചു. കുട്ടേട്ട തിരിച്ച് ജോലിക്ക് കയറുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ജലപാനം കഴിക്കില്ല. അങ്ങനെയെങ്കിലും കുട്ടേട്ടയുടെ വാശി ഒന്ന് തീരുമല്ലോ. സുലു, അങ്ങനെയൊക്കെ തീരുമാനം എടുക്കല്ലേ? ഞാൻ അങ്ങനെ തന്നെ തീരുമാനിച്ചു. കുട്ടേട്ട ജോലിക്ക് കയറിയാലേ ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കൂ. ഇത് സത്യം സത്യം സത്യം. സുലു, അച്ഛ എന്തെങ്കിലും ചെയ്തില്ലേ ആകെ കുഴപ്പമാവേ. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കിയില്ലേ? ജോലിക്ക് പോയാലും കുഴപ്പമില്ലെന്നാണ് അവന്റെ ധാരണയെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു കെട്ടി ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഭാര്യയായ നീ പറഞ്ഞാൽ നടക്കാത്ത കാര്യം ഞാൻ പറഞ്ഞാൽ എങ്ങനെ നടക്കും? ഞാനൊരു ആയുധം പ്രയോഗിച്ചിട്ടുണ്ട്, ഏറ്റ്. അതേതായിരുന്നു? കുട്ടേട്ട ഓഫീസിൽ പോകുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ജലപാനം കഴിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ചെറിയൊരു ചാഞ്ചാട്ടമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ജലപാനം കഴിക്കാതിരിക്കാൻ നിനക്ക് പറ്റില്ലല്ലോ. നീ വിശക്കുമ്പോൾ എന്തെങ്കിലും എടുത്ത് കഴിക്കും, അതോടെ അവന്റെ ടെൻഷനും തീരും. എനിക്കൊരു കാര്യം ചെയ്താലോ? കുട്ടേട്ട ഓഫീസിൽ പോകുന്നത് വരെ അച്ഛനും ജലപാനം ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞു നോക്കിയാലോ? ഒരിക്കലുമില്ല, അത് അവനൊരു സൗകര്യമാവും. ഞാൻ ഭക്ഷണം കഴിക്കാതെ ചത്തുപോയാൽ പിന്നെ അവനൊരു എളുപ്പമാവില്ലേ? പിന്നെ അവൻ വിചാരിക്കുന്നതേ ഇവിടെ നടക്കൂ. അച്ഛനും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? നയത്തി പറഞ്ഞാൽ എന്തായാലും നടക്കാൻ പോകുന്നില്ല. നമുക്ക് ദേഷ്യപ്പെട്ട് പറഞ്ഞു നോക്കിയാലോ? മോളെ സുലോചനെ, കാര്യം അവൻ നിന്റെ ഭർത്താവാണ്, എങ്കിലും അവൻ വകതിരിവില്ലാത്തവൻ. ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ തിരിച്ചെന്നെ തല്ലാൻ പോലും അവൻ മടിക്കില്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അച്ഛനെ ഇങ്ങനെ പഴഞ്ചൊല്ലും പറഞ്ഞുകൊണ്ടിരുന്നോ? കുട്ടേട്ടന്റെ ജോലി പോയാലേ അവസാനം കുട്ടേട്ട ഇവിടെ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കേണ്ടി വരും. പറഞ്ഞില്ല എന്ന് വേണ്ട. അവൻ നടന്നോട്ടെ, ആർക്കാ നഷ്ടം? ഓമനക്കുട്ടൻ എന്ത് തീരുമാനിച്ചു? അല്ല, തീരുമാനിക്കാന്ന് പറഞ്ഞാല് ഈ റിയൽ എസ്റ്റേറ്റ് സംഭവം നല്ല ലാഭമുള്ള പരിപാടിയാണ്. പക്ഷേ ഈ മുതൽ മുടക്ക് ഇത്തിരി കൂടും. പിന്നെ ലോട്ടറി ആണെങ്കിൽ ലാഭം ഇത്തിരി കുറവാണ്, പക്ഷെ അതിനും പൈസ ചിലവാക്കേണ്ടി വരും. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? അല്ല മാവ, ഈ 2 ബിസിനസ് ആണല്ലോ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. അതിൽ ഏത് വേണം എന്ന് തീരുമാനിച്ചോ എന്നല്ലേ അമ്മാവ എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കിപ്പോ തോന്നുന്നതേ നിന്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാനാണ്. പക്ഷെ തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. ക്ഷമ ആട്ടിൻ സൂപ്പിന് ഗുണം ചെയ്യുമെന്നാണ് പ്രമാണം. നീ ജോലിക്ക് പോകുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് പോകുന്നില്ല എന്ന് നമ്മൾ തീരുമാനിച്ചതാണല്ലോ. ഇപ്പൊ ജോലിക്ക് പോയില്ലെങ്കിൽ അത് പോകുമെന്ന് നിനക്കറിയാം. അപ്പൊ പിന്നെ ജോലിക്ക് പോകുന്നതല്ലേ നല്ലത്? എൻ്റെ അമ്മാവ, എത്ര നാൾ കഷ്ടപ്പെട്ട് പുറകെ നടന്നിട്ടാണ് ഞാൻ ഈ ബിസിനസിന്റെ ആദ്യ പാഠമൊക്കെ പഠിച്ചെടുത്തതെന്ന് അറിയാവോ? അപ്പൊ എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഓമനക്കുട്ട, ഒരുപാട് മുമ്പിലേക്ക് നമ്മൾ പ്ലാൻ ഇട്ടിട്ട് കാര്യമില്ല. നമ്മുടെ മുമ്പിൽ കാണുന്ന വസ്തുതകളോടാണ് നമ്മൾ ആദ്യം പ്രതികരിക്കേണ്ടത്. ഉദാഹരണത്തിന്,
നീ ഒരു യാത്ര പോകാൻ ഇറങ്ങിയെന്ന് വിചാരിക്കും. ആ. അപ്പൊ ദേ മുമ്പിൽ ഒരു പാമ്പ്. പാമ്പാ? പാമ്പ് കൊത്താൻ നിൽക്കുമ്പോ നീ വഴി അന്വേഷിച്ച് പോകുമ്പോ പാമ്പിനെ തല്ലിക്കൊല്ലാൻ നോക്കുവോ? വഴി അന്വേഷിച്ച് പോയാൽ പാമ്പ് നിന്നെ കൊല്ലും, നീ ചത്തുപോകും. ആ കഥയ്ക്ക് ഇവിടെ എന്ത് കാര്യം? നീ ഭാവിയിൽ എപ്പോഴോ തുടങ്ങാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ആഴ്ച നിന്റെ ജോലി പോകും. അപ്പൊ നീ ഏതിനാണ് പരിഗണന കൊടുക്കുക? ഈ ജോലിക്ക് പരിഗണന കൊടുത്തോണ്ടിരുന്നാലേ എന്റെ ബിസിനസ് ഗോവിന്ദയാവും. ആ ജോലിയുടെ കാര്യം എന്തെങ്കിലും ആവട്ടെ, അങ്ങ് പോട്ട്. പോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ല. കഷ്ടം. ആഹാ മാഷായിരുന്നാ ഇരിക്കും, ഞാൻ ഇച്ചാനെ വിളിക്കാം. ഡോക്ടറെ വിളിക്ക്. എനിക്ക് ഈ ഡോക്ടറെ കണ്ടൊരു സഹായം ചോദിക്കാനുണ്ട്. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്നാണല്ലോ പ്രമാണം. അത് മനസ്സിലായില്ല. അതായത് ഡോക്ടറോടൊന്നല്ല, ലോകത്തൊരാളോടും ഒരു സഹായം ചോദിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞാൻ തന്നെയാണ്. പക്ഷെ ഇപ്പോ എന്നെ കൊണ്ട് നടക്കാത്തൊരു കാര്യം വന്നിരിക്കുന്നു. ചിലപ്പോൾ ഡോക്ടർക്ക് അതിൽ എന്നെ സഹായിക്കാൻ പറ്റുമായിരിക്കും. അല്ലല്ല അതവിടെ നിക്കട്ടെ. മാഷ ആദ്യം ഒരു പഴഞ്ചൊല്ലിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിനെ പറ്റി പറ. ഒരു പുലി സാധാരണ എന്താണ് കഴിക്കുന്നത്? മാംസം. മാംസം കിട്ടാൻ ഒരു വഴിയില്ലാതെ വരുമ്പോ പുലി പുല്ല് തിന്നും, അതിന്റെ ജീവൻ നിലനിർത്തും. അതിനാണ് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്നതിന്റെ സാരാംശം. ലോകത്തൊരാളോട് ഒരു സഹായവും ചോദിക്കാത്ത ഞാൻ ഇപ്പൊ ഡോക്ടറുടെ സഹായം ചോദിക്കേണ്ട ഗതികേടിലായിരിക്കും. അതെന്താ, എന്റെ ഇച്ചായൻ അത്രക്ക് മോശപ്പെട്ട ആളാണോ? സഹായം വേണ്ടത് മാഷിന്, സഹായിക്കേണ്ട ആള് എന്റെ ഇച്ചായൻ. എന്നിട്ട് മാഷ് പുലിയും എന്റെ ഇച്ചായൻ വെറും പുല്ലും. അത് കൊള്ളാലോ. ആലീസിന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, പഴഞ്ചൊല്ലൊന്ന് മാറ്റി പിടിക്കാം. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം എന്നാക്കിയാലോ? അത് ശരിയായില്ലല്ലേ? എന്നോട് ക്ഷമിക്കൂ, ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാ. പക്ഷേ എന്താ രാവിലെ ഒരു കാര്യമുണ്ട്. ഇച്ചായ ആ. ഇച്ചായനൊരു കാര്യം അറിഞ്ഞ? മാഷ് ആദ്യം കേറി വന്നിട്ട് ഇച്ചായൻ പുല്ലാണെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുക ഇച്ചായൻ കഴുതയാണെന്ന്. അല്ല ഡോക്ടർ, ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാ, ജസ്റ്റ് ഒന്ന് പാളിപ്പോയി. ഞാൻ ക്ഷമയും ചോദിച്ചു. മാഷ് വന്ന കാര്യം പറഞ്ഞില്ല. ഓമനക്കുട്ടനെ കുറിച്ചാണ്. ഞാൻ കാര്യം പറഞ്ഞായിരുന്നു. സുലോചന എന്നെ വിളിച്ചു. ഇപ്പൊ ഓമനക്കുട്ടൻ ജോലിക്ക് പോകുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടർ ഓമനക്കുട്ടന്റെ ചങ്ങാതിയല്ലേ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നാണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ചങ്ങാതി നല്ലതല്ലാത്തോണ്ടാ ഓമനക്കുട്ട സാർ ഇങ്ങനെ ആയത്. അപ്പൊ എന്റെ ഇച്ചായൻ അത്രക്ക് മോശക്കാരനാണോ? ഓ, എന്റെ ദൗത്യം പിന്നെയും പാളി. എന്താണെന്ന് അറിഞ്ഞത് രാവിലെ മുതൽ എല്ലാം പാളിക്കൊണ്ടിരിക്കുക. ഡോക്ടർ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അവനെ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല എന്നൊരു പഴഞ്ചൊല്ലില്ലേ ഇച്ചായ? ആലീസ് ഞാൻ വിചാരിച്ചതുപോലല്ല, ബുദ്ധിമതിയാണ്. ആലീസ് ഇപ്പൊ പറഞ്ഞതിൽ വാസ്തവമുണ്ട്. അവന്റെ ചെവിയിൽ എന്തോതിയിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ സംസാരിച്ച് നോക്കാം, പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാരാ ലംബോദരൻ മാഷ് രാവിലെ കുടയൊക്കെ പൊക്കി പിടിച്ചോണ്ടിങ്ങി പോന്നോ? എന്റെ മാഷെ എല്ലാ ദിവസവും ഈ വീടിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട. ഡോക്ടർ ഈ വീടും പൊക്കി പിടിച്ചോണ്ട് ജപ്പാനിലോട്ടൊന്നും പോകുന്നില്ലേ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുന്ന എന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൊന്നിരിക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? പൂച്ച എവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് പൊന്നുരുകാതിരിക്കുമൊന്നുമില്ലല്ലോ. പാവം പൂച്ച എവിടെയൊക്കെ ഇരുന്നോട്ടെ. എന്നാ മാഷ് ഇത് പിടിച്ചോ. അല്ല ഡോക്ടർ ഇത് പിടിച്ചോ. പിന്നെ ഈ ഓമനക്കുട്ടൻ സാറിന് എന്തോ നോട്ടീസ് കിട്ടിയെന്നോ, എന്തോ വല്ല കുഴപ്പം പിടിച്ച കേസ് വല്ലതാണോ? ഓമനക്കുട്ട സാറിന് ഉപദേശിച്ച് നന്നാക്കണമെന്ന് പറയാനാ ലംബോദരൻ മാഷ് വന്നത്. വന്ന വാടെ ഇച്ചായനെ കയറി പുല്ലെന്ന് വിളിച്ചു, പിന്നെ കഴുതയെന്ന് വിളിച്ചു, ഇപ്പൊ പൗത്രനെ പൂച്ചയെന്നും വിളിച്ചു. ഞാനിപ്പോരാ. പൗത്രന് ചായ വേണോ? അല്ല, മാഷ് അന്യ വീടുകളിൽ നിന്ന് ഒന്നും കുടിക്കുകയില്ല കഴിക്കുകയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. കുഴപ്പമില്ല, കിട്ടാൻ കൊള്ളാം. രാവിലെ ഈ ഓട്ടത്തിനിടയിൽ ഒരു ചായ കുടിക്കാൻ പറ്റിയില്ല. ഇപ്പൊ കൊണ്ടുവരാട്ടാ. ശരി. അയ്യോ, അല്ല മാഷെ, ഞാനൊരു കാര്യം ചോദിച്ചത്, ഈ ഓമനക്കുട്ട സാറിന്റെ ഈ ഡോക്ടർ ഉപദേശിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമാണ്? അത് മാഷ് സുലോചനയും കൂടെ ചേർന്ന് ഉപദേശിച്ച തീർന്ന കേസല്ലേ ഉള്ളൂ. ഞാനും സുലോചനയും പല വട്ട ഉപദേശിച്ച ഒരു കാര്യവുമില്ല. പട്ടിയുടെ വാലി 12 കൊല്ലം കുഴലിട്ടാലും അത് നിവരില്ല, വളഞ്ഞു തന്നെ ഇരിക്കും എന്നാണല്ലോ പ്രമാണം. അല്ല, അത് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ആലോചിച്ചു. ഈ പട്ടിയുടെ പോലെ എന്തിനാ നിവർക്കുന്നത്? അല്ല, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ നേരത്ത് ഓരോ ഉദ്ദേശം വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അല്ല, ചുമ്മാ ഇരിക്കുന്ന പട്ടിയുടെ വാലെടുത്ത് കുഴലിനകത്ത് കയറ്റി വളഞ്ഞിരിക്കുന്ന നിവർക്കുന്നതിന്റെ ആവശ്യം എന്തോ? അല്ല, എനിക്കത് മനസ്സിലാവുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പട്ടിയുടെ വാല് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ഭംഗി. അത് ചുമ്മാ കുഴലിനകത്ത് കയറ്റി നേരെയാക്കി കുന്തം പോലത്തെ വാലുമായിട്ട് പട്ടി പറമ്പിൽ കൂടെ ഓടി നടക്കുന്നത് ഈ എല്ലാ കോമഡി ആയിരിക്കും. ഞാനൊരു കാര്യം പറയാം, എൻ്റെ അഭിപ്രായമാണ്, ഈ കാര്യത്തിൽ നമ്മൾ പട്ടിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പവിത്രം പഴഞ്ചൊല്ലിന്റെ പൊരുൾ തിരക്കണ്ട. പഴഞ്ചൊല്ലിൽ പതിരില്ലെന്നാണ് പ്രമാണം. മാഷ് പിന്നെയും പഴഞ്ചൊല്ല് പറഞ്ഞോണ്ടിരിക്കുകയാണോ? എന്റെ പൊന്നു ഡോക്ടറെ, എന്നൊന്ന് രക്ഷിക്കണം. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പോംവഴി ഒന്ന് പറഞ്ഞതാ. അതിപ്പോ ഞാനൊരു കോമഡി അങ്ങ് പറയട്ടെ. വേണമെന്നില്ല.
എന്താ പറയുന്നതെന്നൊന്ന് കേൾക്ക് മാഷേ. ആ പറയ്. പറ. അതായത് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഓമനക്കുട്ട സാറ് ലീവ് എടുത്തിരിക്കുന്നത്. മാഷ് കാശ് കൊടുക്കാത്തത് കൊണ്ട് ബിസിനസ് നടക്കുന്നുമില്ല. അതെ, ശരിയാണോ? ശരിയാണ്. ഇപ്പൊ ജോലിക്ക് പോകാതെ ഇരുന്നിരുന്നിരുന്ന് ഏതാണ്ട് ജോലി പോകുന്ന അവസ്ഥയിൽ നിൽക്കുക. അത്രയും ശരിയാണോ? ഏറെക്കുറെ. അത്രയെങ്കിലും സമ്മതിച്ചു തന്നല്ലോ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മാഷ് ശ്രദ്ധിച്ച് ചെയ്യണം. ആ ഈ ബിസിനസ് ചെയ്യാനുള്ള പൈസ മാഷ് തരാമെന്ന് ചെറിയൊരു ഓഫർ അങ്ങോട്ട് വെക്കുക. പൈസ കിട്ടുമെന്നറിഞ്ഞാൽ ഓമനക്കുട്ട സാറ് ജോലിക്ക് പോകും, അത് ഉറപ്പാ. അപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കാശ് കൊടുക്കണ്ടേ? എന്തിന്? കാശിന്റെ കാര്യം ചോദിക്കാൻ നേരത്ത് തരാന്ന് പറഞ്ഞ് കുറച്ച് ദിവസം നീട്ടി അങ്ങ് വിടുക. അങ്ങനെയെങ്കിലും ജോലിക്ക് പോകുമല്ലോ. അത് കഴിയുമ്പോ അത് അപ്പോഴല്ലേ. തൽക്കാലം ജോലി പോകാതെ രക്ഷപ്പെടുമല്ലോ. ബാക്കിയൊക്കെ നമുക്ക് പതുക്കെ ശരിയാക്കി എടുക്കാൻ. നീ കാഴ്ചയിൽ ഒരു വിഡ്ഢിയാണെന്ന് തോന്നുമെങ്കിലും പവിത്രന് ബുദ്ധിയുണ്ട്. അതൊരു നല്ല ഐഡിയ ആണ്. പതുക്കെ നമുക്ക് അവനെ ശരിയാക്കിയെടുക്കാം. പയ്യത്തിന്നാൽ പനയും തിന്നാം എന്നാണ് പ്രമാണം. ശരി, ഞാൻ ഇറങ്ങട്ടെ. പക്ഷേ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ എത്ര പതുക്കത്ത് നിന്ന് പറഞ്ഞാൽ ഈ പനയൊന്നും തിന്നാൻ പറ്റുമല്ലോ. നീ എന്തിനാ വെറുതെ വയസ്സാങ്കാലത്ത് ഈ പനക്കെട്ട് കടിച്ചാൽ പല്ലൊക്കെ കളയുന്നത്? സുലേന, എന്താണ് നീ ഇങ്ങനെ? കാര്യം പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. ആ, ഞാൻ ദേഷ്യപ്പെടല്ലേ ദേഷ്യപ്പെടല്ലെന്ന് പറഞ്ഞില്ലേ? എന്തുവാ? എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് കേൾക്കണ്ട. അതെ, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കുട്ടിയുടെ ജോലിക്ക് പോകാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ജലപാനം കഴിക്കില്ല എന്ന് പറഞ്ഞില്ലേ? സുലോചനയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ, അല്ലാതെ കുട്ടേട്ടനെ പോലെ അല്ല. ഇന്നോട്ടെ, ഞാനും വാക്ക് പറഞ്ഞാൽ വാക്കാം. അതെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ സുലോചനയുടെ ദേഷ്യമൊക്കെ മാറും. ബിസിനസിന്റെ കാര്യമാണ് എനിക്ക് കേൾക്കണ്ട. ബിസിനസിന്റെ കാര്യമൊന്നും അല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ദേഷ്യമൊക്കെ ഇപ്പൊ പമ്പ കിടക്കും. പറയട്ടെ. അതെ, ഞാൻ നാളെ തൊട്ടേ എൻ്റെ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. നീ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയൊന്നും വേണ്ട. മറ്റന്നാൾ മുതൽ ഞാൻ ജോലിക്ക് പോകണം, പഴയ സർക്കാർ ഉദ്യോഗസ്ഥൻ. സത്യം? ദൈവത്തിനാണ് സത്യം. നിങ്ങളെല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആ നിർബന്ധം കേട്ടില്ല എന്ന് വേണ്ട. പക്ഷേ ബാക്കിയുള്ളവർ നിർബന്ധത്തിന് വഴങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. നിന്നെ പട്ടിണി കിട്ടുകൊണ്ട് ഒരു സന്തോഷവും എനിക്ക് വേണ്ട. കുട്ടിയുടെ എനിക്കിത് വിശ്വസിക്കാമോ? എന്താടി സംശയം? വിശ്വസിക്കാം. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഓമനക്കുട്ടൻ, അയ്യോ, ദേ അമ്മാവൻ. ഒരു കാര്യം ചെയ്യാം, അമ്മാവൻ ഇതറിയുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും. നീ തന്നെ പോയി പറ. എന്നാ വാ. ചെല്ല്. അച്ഛാ, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എനിക്കും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എവിടെ ഓമനക്കുട്ടൻ? അച്ഛാ, ഞാൻ ഇവിടെ ഉണ്ടാച്ചാ, എവിടെ പോരാ? അച്ഛൻ, ഞാൻ പറയാൻ വന്നത് ആദ്യം ഞാൻ പറയാം, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. തലയിരിക്കുമ്പോ വാലാടരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എനിക്ക് വയ്യ അച്ഛൻ, ഈ പഴഞ്ചൊല്ലി വിടാറായില്ലേ? പഴഞ്ചൊല്ലിൽ നിന്ന് പിടിവിടാൻ പറ്റില്ല. അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ അങ്ങ് പറയാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞോളൂ. ശരി, എന്നാ അച്ഛാ ആദ്യം പറഞ്ഞു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എറിയുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കേട്ടിട്ടുണ്ടോ? അല്ല, അത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിപ്പോ ഇവിടെ പറഞ്ഞതിന്റെ പ്രസക്തി അത് മനസ്സിലായില്ല. പ്രസക്തിയുണ്ട്, പറയാം. ഒരു പട്ടി ഓടുകയാണ്. നമ്മൾ അതിനെ ഒരു കല്ലെടുത്തെറിയുന്നു. പക്ഷെ പട്ടി ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് കല്ലെടുത്തെറിഞ്ഞിട്ട് കാര്യമില്ല. പട്ടി അങ്ങോട്ട് ഓടിക്കളാം. കാരണം പട്ടി ഓടുകയാണല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഒരു മുഴ മുമ്പേ കൂട്ടി എറിയുക. അപ്പൊ പട്ടി കൃത്യമായും ആ സ്പോട്ടിൽ വന്നെത്തും. അപ്പൊ കല്ലുകൊള്ളുകയും ചെയ്യും. സംഭവമൊക്കെ കൊള്ളാം. പക്ഷെ ഇത് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥമാണ് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നത്. അത് ഞാൻ പിന്നെ പറയാം. ഓമനക്കുട്ടന് ബിസിനസ് ചെയ്യണമെന്നാണല്ലോ ആഗ്രഹം. അതെ, പക്ഷെ ഇപ്പോഴല്ല. എപ്പോഴാണെങ്കിലും അവന് ബിസിനസ് ചെയ്യണമെന്നാണല്ലോ ആഗ്രഹം. ബിസിനസ് ചെയ്യാനാണെങ്കിലോ അവന്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. എന്റെ മരുമകൻ ബിസിനസ് ചെയ്യാൻ പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ബിസിനസ്സിന് ആവശ്യമായ മുഴുവൻ തുകയും ഞാൻ അവന് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ എന്ത് പറയാ? നീ അങ്ങോട്ട് മിണ്ടാര്. നീ ഇപ്പൊ ഒന്നും പറയണ്ട. അമ്മാവാ, എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ അമ്മാവൻ എന്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്ന്. താങ്ക് യു അച്ഛാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. പക്ഷെ എനിക്ക് ചില വ്യവസ്ഥകൾ പറയാനുണ്ട്. വ്യവസ്ഥയൊക്കെ എനിക്ക് അറിയാം അമ്മാവാ. അമ്മാവൻ തരുന്ന പൈസയൊന്നും ആവശ്യമില്ലാതെ ദൂർത്തടിച്ച് കളയരുത്. ഒരു പൈസ ബിസിനസ് ചെയ്ത് നഷ്ടം വരരുത്. ഒരു നഷ്ടവും വരത്തില്ല അമ്മാവാ. ഫുള്ളായി ഞാൻ നോക്കിക്കോളാം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ? ഞാൻ പൈസ തരണമെങ്കിൽ ആദ്യം നീ ജോലിക്ക് ജോയിൻ ചെയ്യണം.
കുറച്ചു നാൾ കഴിഞ്ഞ് ലീവ് എടുക്കാം, എന്നിട്ട് ബിസിനസ് തുടങ്ങിയാൽ മതി. എന്റെ അമ്മാവ് ഇത് എന്തൊന്നും മണ്ടത്തരമൊക്കെ ഇരുന്ന് പറയുന്നത്. ബിസിനസ് തുടങ്ങാൻ ഇതിലും പറ്റിയ സമയം വേറെ ഇല്ല. ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ വെച്ചടി കയറ്റുമെന്നാണ് വിലയത പണിക്കര് ഗണിച്ച് നോക്കിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞത്. ഇനി ആര് സർക്കാർ ജോലിക്ക് വേണം? സർക്കാർ ജോലി എന്റെ പട്ടിക്ക് വേണം. ഈശ്വരാ, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ, അവന് നല്ല ബുദ്ധി കൊടുത്തല്ലോ. അമ്മാവ സെറ്റ് ബിസിനസ് തുടങ്ങാൻ. ജോലി, സർക്കാർ ജോലി കൊണ്ട് ഒരു നേട്ടമില്ല. അച്ഛന് ഇത് എന്തിന്റെ കേടായിരുന്നു? ലീവ് ക്യാൻസൽ ചെയ്ത് നാളെ കുട്ടിയുടെ ജോലിക്ക് കയറുന്നത് സമ്മതിച്ചതായിരുന്നു. ആ സന്തോഷ വാർത്ത പറയാനായിട്ട് ഞാൻ ഇവിടെ ഓടി വന്നപ്പോ അച്ഛൻ എല്ലാം ഫോളോ ആക്കി. ഇനി ജമ്മ തകീര് ജോലിക്ക് പോവോ? നീ ഇതെന്താ നേരത്തെ പറയാത്തത്? അതിനെന്നെ സമ്മതിക്കണ്ടേ? തലയിരിക്കുമ്പോ വാലാടുണ്ടെന്നല്ലേ പറഞ്ഞത്? ചേടാ, ഇത് വലിയ ചതിയായി പോയല്ലോ. അച്ഛാ, പട്ടി ഓടുകയാണെങ്കിൽ ഒരു മുഴ മുമ്പേ എറിയാവും. ഇതവിടെ പട്ടി വെറുതെ നിൽക്കുകയായിരുന്നു. അച്ഛൻ ഒരു മുഴ മുമ്പേ എറിയുകയും ചെയ്തു.